വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷോർട്ട് കട്ട് മെത്തേഡ്. എ ബി സി എന്നൊക്കെ പറഞ്ഞ സെറ്റുകൾ തരും. നമുക്ക് ക്വസ്റ്റ്യനിൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണ് തന്നിട്ടില്ലെങ്കിൽ വെൻ ഡയഗ്രം വെച്ച് ചെയ്യാൻ പറ്റും. സി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ആവശ്യം വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സി വരയ്ക്കുന്നില്ല. ക്വസ്റ്റ്യനിൽ സി വന്നിട്ടില്ല. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ യൂസ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഒരു യൂണിവേഴ്സ് സെറ്റ് വരയ്ക്കുന്നു. എയും ബിയും എഴുതാം. എ ബി 1 2 3 4 അല്ലേ? ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ്. നമുക്ക് വലിയൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ യൂണിയൻ ബി എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. എ യൂണിയൻ ബി സ്റ്റെപ്പ് കുറയ്ക്കണം. എ യൂണിയൻ ബി എന്താണ്? കണ്ടില്ലേ? എ യൂണിയൻ ബി 1 2 3 ആണ്. മൈനസ് എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി. എ മൈനസ് ബി എയിൽ മാത്രം വരുന്ന എലമെന്റ് 1. യൂണിയൻ ബി മൈനസ് എ എന്താണ്? ബിയിൽ മാത്രം വരുന്ന എലമെന്റ് 3. യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്. അപ്പൊ ഇത് ചെയ്തു വരുമ്പോ 1 2 3 മൈനസ് 1 3 2 യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ 1 3 2 ഓർ 1 2 3. ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നറിയാമല്ലോ. 1 2 3 1 2 3 1 2 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എം ടി സെറ്റാണ്. ഇതിലുണ്ടാവണം, ഇതിലുണ്ടാവരുത്. അത് എം ടി സെറ്റ് ആയിട്ട് വരും. 5 ആണ് ആൻസർ. സോ ദ ആൻസർ ഈസ് നൾ സെറ്റ്. ക്ലിയർ ആയല്ലോ? ആൻസർ ഈസ് നൾ സെറ്റ്. ഓക്കെ, അടുത്തത് ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ക്ലാസ് ഓഫ് 240 സ്റ്റുഡൻസ് 180 സ്റ്റുഡൻസ് പാസ് ഇൻ ഇംഗ്ലീഷ്, 130 പാസ് ഹിന്ദി, 150 പാസ് സാൻസ്ക്രിറ്റ്. ഫർദർ 60 പാസ് ഇൻ ഓൺലി വൺ സബ്ജക്ട്. ഇൻഡയറക്റ്റ് ആണ്. 110 പാസ് ഇൻ ഓൺലി 2 സബ്ജക്ട്സ് and 10 pass in none of the subjects. How many pass in all the 3 subjects? Remember, ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് എങ്ങനെ ആൻസർ ചെയ്യണേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു വെൻ ഡയഗ്രം വരച്ചിട്ടാണ് ചെയ്യുന്നത്. വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. 3 സെറ്റുകളുണ്ട്. ഏതൊക്കെയാണ് 3 സെറ്റ്? ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ്. 3 സർക്കിളുകൾ വരയ്ക്കുക. അത്യാവശ്യം വലുതാക്കി വരയ്ക്കുക. ഓവർലാപ്പ് ചെയ്ത് വരണം. ക്ലിയർ? ഇതേപോലെ ഓവർലാപ്പ് ചെയ്യണം. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ഡിനോട്ടഡ് ബൈ ഇ, ഹിന്ദി ഡിനോട്ട് ബൈ എച്ച്, സാൻസ്ക്രിറ്റ് ഡിനോട്ട് ബൈ എസ്. നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ് ഇത് 3ഉം പാസ്സായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ തന്നിട്ടുണ്ടോ? ഇല്ല. അത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, മറക്കരുത്. ഈ സെൻട്രൽ റീജിയനിനകത്തുള്ള ഒരു പ്രത്യേകത എന്താ? അവർ ഇയിലുണ്ട്, എച്ചിലുണ്ട്, എസ്സിലുണ്ട്. ഇത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് തുടങ്ങുമായിരുന്നു. പക്ഷെ തന്നിട്ടുണ്ടോ? നമുക്ക് വായിച്ച് നോക്കാം. 240 സ്റ്റുഡൻസ് ഉണ്ട് ആകെ. യൂണിവേഴ്സ് സെറ്റിനകത്ത് ആകെ 240 സ്റ്റുഡൻസ് ഉണ്ട്. 180 പാസ് ഇംഗ്ലീഷ്. ഇക്കുള്ളിൽ 180 സ്റ്റുഡൻസ് ഉണ്ട്. 130 ഹിന്ദി. എച്ചിനുള്ളിൽ 130. അതിപ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയില്ല. ഇവിടെ എത്ര, ഇവിടെ എത്ര, ഇവിടെ എത്ര അറിയില്ല. 150 പാസ് സാൻസ്ക്രിറ്റ്. അതും ഇപ്പം എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. 60 പാസ് ഓൺലി 1 സബ്ജക്റ്റ്. അതും പറ്റുന്നില്ല. 110 പാസ് ഓൺലി 2 സബ്ജക്ട്സ്. 10 പാസ് നൺ ഓഫ് ദ സബ്ജക്ട്സ്. അത് നമുക്ക് എൻ്റർ ചെയ്യാം. 10 പാസ് നൺ ഓഫ് ദ സബ്ജക്ട്സ്. അത് പുറത്താണ്. ഈ 10 പേര് എവിടെയായിട്ട് വരും? പുറത്താണ് അവർ. കാരണം അവർ ഇംഗ്ലീഷിലും പെടുന്നില്ല, ഹിന്ദിയിലും പെടുന്നില്ല, സാൻസ്ക്രിറ്റിലും പെടുന്നില്ല. ഒരെണ്ണത്തിലും പാസ്സായിട്ടില്ല അല്ലേ? ശരിയല്ലേ? 10 പാസ് ഇൻ നൺ ഓഫ് ദ സബ്ജക്ട്സ്. അപ്പോൾ 10 പേര് പുറത്താണ്. അപ്പോൾ 240 പേരാണ് ആകെ ഉള്ളത്. ഈ റെക്റ്റാങ്കിളിനുള്ളിൽ
240 സ്റ്റുഡൻസ് ഉണ്ട്. n ഓഫ് u ഈക്വൽ ടു 240. അപ്പൊ ഈ യൂണിയൻ എച്ച് യൂണിയൻ എസിനുള്ളിൽ 230 സ്റ്റുഡൻസ് ഉണ്ടാവും. കാരണം 240 10 പേര് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ഈ യൂണിയൻ എച്ച് യൂണിയൻ എസ് അതിനകത്ത് എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? 230 സ്റ്റുഡൻസ് ഉണ്ടാവും. ഓക്കെ, പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് കറന്റ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്കൊന്നും ഐഡിയ ഇല്ല. സോ നമ്മൾ ഒരു അസംഷൻ എടുക്കുക, ഓരോന്ന് എന്തെങ്കിലും നമ്പർ കൊടുക്കുക, എ ബി സി. പിന്നെ ഇവിടെ എക്സ് വൈ സെഡ്, ഈ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു നമ്പർ പറഞ്ഞേ. അല്ലെങ്കിൽ നമുക്ക് പി ക്യു ആർ എന്ന് കൊടുക്കാം അല്ലേ? ഈ മനസ്സിലായില്ല? എന്തെങ്കിലും ഇഷ്ടമുള്ള ലെറ്റർ മതി, ഏതായാലും കുഴപ്പമില്ല. പി ക്യു ആർ, ഇവിടെ എസ് വരട്ടെ. ക്ലിയർ ആയല്ലോ? എ എന്താണ്, പി എന്താണ്, ബി എന്താണ്, ഒന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? എന്താണ് വേണ്ടത്? ഹൗ മെനി പാസ് ഇൻ ഓൾ ദ 3 സബ്ജക്ട്സ്? എസ് ആണ് വേണ്ടത് അല്ലേ? ഹൗ മെനി പാസ് ഇൻ ഓൾ ദ 3 സബ്ജക്ട്സ്? 3 പാസ്സായിട്ടുള്ള എത്ര പേരുണ്ട്? എസ് ആണ് നമ്മളെ ക്വസ്റ്റ്യൻ, ശരിയല്ലേ? അപ്പൊ എസ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ ഇക്വേഷൻസുകൾ എഴുതാം. ഇത് നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാവുന്ന ആദ്യം തന്നെ എഴുതാവുന്ന കാര്യം എന്താണ്? ഈ പറയുന്ന നമ്പറുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 230 കിട്ടും. കാരണം ആകെ റെക്റ്റാങ്കിളിനുള്ളിൽ 240, അതിൽ 10 ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. റിമൈനിങ് നമ്പർ വിൽ ബി 230. അപ്പം ആദ്യം അത് എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് ഈസ് ഈക്വൽ ടു 230. ഒരു ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനിയോ 180 പാസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? എ പ്ലസ് പി പ്ലസ് ആർ പ്ലസ് എസ്. ഓർഡർ മാറിയാലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിൽ എത്ര പേരുണ്ട്? എ പ്ലസ് പി പ്ലസ് ആർ പ്ലസ് എസ്. എ പ്ലസ് പി പ്ലസ് ആർ പ്ലസ് എസ്. അതെത്രയാണ്? 180 ആണ്. ഇനി 130 ഹിന്ദിയാണ് അല്ലേ? ഹിന്ദി എത്ര പേരുണ്ട്? ബി പ്ലസ് പി പ്ലസ് ക്യൂ പ്ലസ് എസ് അല്ലേ? വളരെ ശ്രദ്ധിച്ചെഴുതണം. ബി പ്ലസ് പി പ്ലസ് ക്യൂ പ്ലസ് എസ്. അതെത്രയാണ്? 130 അല്ലേ ഹിന്ദി? അതെ. പിന്നെ 150 സാൻസ്ക്രിറ്റ്. എസിനുള്ളിൽ എത്ര പേരുണ്ട്? സി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ്. സി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് എത്രയാണ്? 150. കുറച്ച് ഇക്വേഷൻസുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയുണ്ട്. എഴുതിയത് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയിട്ട് ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. ഇനി ഫർദർ 60 പാസ് ഇൻ ഓൺലി 1 സബ്ജക്റ്റ്. ഓൺലി 1 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായോ? ഒരു സബ്ജക്റ്റ് മാത്രം പാസ്സാവാം. അതേതാണ്? എ എന്ന് പറഞ്ഞ സ്റ്റുഡൻസ്. എ എന്ന് പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്റ്റുഡൻസ് അവർ ഇംഗ്ലീഷ് മാത്രം പാസ്സായിട്ടുള്ളവരാണ് എ അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓൺലി. ഇവിടെ എഴുതട്ടെ എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് ഓൺലി 1 സബ്ജക്റ്റ് പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ്. എ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓൺലി, ബി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഓൺലി, സി എന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റ് ഓൺലി. 60 പാസ് ഇൻ ഓൺലി 1 സബ്ജക്റ്റ്. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 60. വേറൊരു ഇക്വേഷൻ. ഇനി എന്താണ്? 110 പാസ് ഇൻ ഓൺലി 2 സബ്ജക്ട്സ്. 2 സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ പ്ലസ് ആർ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷും ഹിന്ദിയും പാസ്സായിട്ടുള്ളവരല്ലേ പി. പക്ഷെ ഈ പി എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് പാസ്സായിട്ടില്ല. കാരണം ഈ പി എന്ന് പറയുന്ന നമ്പർ എസിനുള്ളിൽ വന്നിട്ടില്ല, എസിന് പുറത്താണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി പാസ്സായിട്ടുള്ള പി സ്റ്റുഡൻസ് ക്യൂ പ്ലസ് ആർ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ്, ആർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൻഡ് സാൻസ്ക്രിറ്റ്. അപ്പോൾ എക്സാക്ട്ലി 2 സബ്ജക്ട്സ്. ക്ലിയർ ആയല്ലോ? ഓൺലി 2 സബ്ജക്ട്സ്. എക്സാക്ട്ലി 2 സബ്ജക്ട്സ് എത്രയാണ്? 110 ആണ്. വേറെ ഇൻഫോർമേഷനുകളൊന്നുമില്ല. നമ്മളെ കയ്യിൽ കുറേ ഇക്വേഷൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റണമെന്ന് അറിയില്ല നമുക്ക്. ഇതിൽ നിന്ന് നമുക്ക് എസ് കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ് കണ്ടുപിടിക്കാൻ പറ്റും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം.
ഇതെല്ലാനും കൂടി ആഡ് ചെയ്യുക. എല്ലാം ആഡ് ചെയ്തില്ലെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് പേരെ ആഡ് ചെയ്തിട്ട് എസ് കാണാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കുക. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. 1 + 2 + 3 എന്ത് വരും? 1 + 2 + 3 gives, താഴത്തോട്ട് ആഡ് ചെയ്താലോ, a + b + c വരുന്നുണ്ട് അല്ലേ, a + b + c. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എവിടെയെങ്കിലും? ഇല്ല. a + b + c വരുന്നുണ്ട്, അത് ഞാനിവിടെ എഴുതാം, ബ്രാക്കറ്റ് ഇട്ട് എഴുതാം അല്ലേ, a + b + c പ്ലസ് പിന്നെന്താണ് p + p, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുകയാണല്ലോ. p + p 2p വരുന്നുണ്ട്, 2q വരുന്നുണ്ട്, 2r വരുന്നുണ്ട്. 2 times p + q + r വരുന്നുണ്ട് അല്ലേ. നിങ്ങളൊന്ന് എഴുതി നോക്കിക്കോ സംശയം ഉണ്ടെങ്കിൽ. 2p + 2q + 2r. s + s വരുന്നുണ്ട്, which is 3s. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം അല്ലേ. 180, 130, 150 ആഡ് ചെയ്ത് നോക്കിയേ. 0, 460. അപ്പൊ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം ആഡ് ചെയ്തിട്ട്. 0, യെസ്, 460 വന്നു. നമുക്ക് എന്താ വേണ്ടത്? എസ് ആണ് വേണ്ടത് അല്ലേ, എസ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാതെ ഞാൻ വേറൊരു വഴി പറഞ്ഞു തരട്ടെ എസ് കണ്ടുപിടിക്കാനായിട്ട്. a + b + c നമുക്ക് 60 ആണെന്ന് അറിയാം, p + q + r 110 ആണെന്ന് അറിയാം. അത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എസ് കിട്ടും. അറിഞ്ഞിരുന്നോ? എന്നാലും ഞാനിപ്പോൾ ഈ മെത്തേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, പല മെത്തേഡുകളുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാണ്. a + b + c 60 ആണ് അല്ലേ. 2 times p + q + r 110 ആണ്, പ്ലസ് 3s is equal to 460. So 60 + 220 + 3s is equal to 460. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 220 + 60 ചെയ്താൽ 280 അല്ലേ, ശരിയല്ലേ? 280 കറക്റ്റാ. പ്ലസ് 3s is equal to 460. അപ്പോൾ വാട്ട് ഈസ് 3s? 460 - 280 അല്ലേ. 460 - 280 180 അല്ലേ വരുന്നത്? നോക്കിയേ, അതെ 180 ആണ് വരുന്നത്. സോ s = 180/3 60 വരും. s = 60. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയി അല്ലേ? എഴുതിയെടുക്കണേ.